അടുത്ത ടോപ്പിക്കാണ് ഇൻ്റഗ്രേഷൻ യൂസിങ് ട്രിഗണോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ് എന്താണെന്നൊരു കൺഫ്യൂഷൻ വരും. അതത്രയേ ഉള്ളൂ. നമ്മൾ ട്രിഗണോമെട്രിയിൽ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പഠിച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് നമ്മൾ ഇൻ്റഗ്രേഷനകത്ത് യൂസ് ചെയ്യും. അതാണ് ട്രിഗണോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമുള്ള ട്രിഗണോമെട്രിക് റിസൾട്ട്സ് ആദ്യം നമുക്ക് എഴുതാം. ആദ്യത്തെ റിസൾട്ട് ഇതാണ്. നമുക്കറിയാം, മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല പഠിക്കുമ്പോൾ cos 2xന് 4 റിസൾട്ട് പഠിച്ചു. അതിലൊരു റിസൾട്ട് 2 cos² x -1 എന്നാണ്. അതിൽ ആ -1നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരപ്പോൾ 1 + cos 2x എന്ന് കിട്ടും. അപ്പോൾ റൈറ്റ് സൈഡിൽ 2 cos² x. പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ cos² x = 1 + cos 2x/2 എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ ട്രിഗണോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ. അപ്പം cos² xൻ്റെ ആ വാല്യൂ നിങ്ങൾ കാണാതെ പഠിക്കണം. 1 + cos 2x/2. ഇനി ഈ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. പ്രോബ്ലം ഇതാണ്. ഇൻ്റഗ്രൽ cos² x കണ്ടുപിടിക്കണം. cos² xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമ്മൾ cos xൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് നമുക്ക് അറിയാവൂ. cos² xൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് നമുക്ക് അറിയത്തില്ല. അപ്പോൾ cos² xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം cos² xന് പകരം 1 + cos 2x/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് ഇവിടുത്തെ ട്രിഗണോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ്. എന്നിട്ട് ആ 1/2 ഇൻ്റഗ്രൽ സൈനിന് പുറത്ത് കൊണ്ടുവരണം. അങ്ങനെ 1/2 ഇൻ്റഗ്രൽ സൈനിന് പുറത്ത് കൊണ്ടുവരുമ്പോൾ 1 + cos 2x × dx എന്ന് വരും. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1 × dx എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ dx. ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പോൾ 1/2 × 1 × dx, ഇൻ്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ x പ്ലസ് കോസിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ എന്നാണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ cos 2x ആണ്. അപ്പോൾ എക്സിന് കോഎഫിഷ്യൻറ്റ് 2 വരുന്നു. അപ്പോൾ 1/a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ ഇൻ്റഗ്രൽ cos axൻ്റെ നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. 1/a sin ax എന്നായിരുന്നു. അപ്പോൾ cos 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/2. പിന്നെ കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 2x പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ട്രിഗണോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ടുള്ള ഇൻ്റഗ്രേഷൻ. അടുത്ത പ്രോബ്ലം ഇതാണ്. ഇൻ്റഗ്രൽ cos² 4x dx. നമുക്കറിയാം, cos² x വരുമ്പോൾ ഇവിടെ 2x എന്ന് വരും. എക്സിൻ്റെ ഇരട്ടിയാണ് 2x. അപ്പോൾ ഇവിടെ 4x വരുമ്പോൾ, ഇവിടെ 4x ആണ് പ്രോബ്ലത്തിൽ. 4x വരുമ്പോൾ 4xൻ്റെ ഇരട്ടി 8x ആണ് വരേണ്ടത്. അപ്പോൾ 1 + cos 8x/2 എന്നാണ് എഴുതേണ്ടത്. ശ്രദ്ധിക്കണം, cos² x വരുമ്പോൾ 1 + cos 2x/2. എക്സിൻ്റെ ഇരട്ടിയാണ് 2x. അപ്പോൾ ഇവിടെ 4x വരുമ്പോൾ ഇവിടെ 8x വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ 1 + cos 8x/2 × dx ഇങ്ങനെ എഴുതാം. 1/2 പുറത്തു കൊണ്ടുവരാം. 1 × dx, ഇൻ്റഗ്രൽ 1 × dx is x പ്ലസ് cos 8x. 8x വരുന്നത് കൊണ്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/8. പിന്നെ കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ x വരുമ്പോൾ ഇവിടെ 2x വരും. അത് ഇരട്ടി വരും. അപ്പോൾ 4x വരുമ്പോൾ ഇവിടെ അതിൻ്റെ ഇരട്ടി 8x വരും. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അടുത്ത ട്രിഗണോമെട്രിക് ട്രാൻസ്ഫോർമേഷനാണ്. ഇവിടെ cos 2xന് 4 റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതിലെ ഒരു റിസൾട്ടാണ് cos 2x = 1 - 2 sin² x. അതിൽ -2 sin² x ലെഫ്റ്റിൽ കൊണ്ടുവന്നു, cos 2xനെ റൈറ്റിൽ കൊണ്ടുപോയി. അപ്പോൾ എന്ത് കിട്ടും? 2 sin² x = 1 - cos 2x എന്ന് കിട്ടും. എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ sin² x = 1 - cos 2x/2 എന്ന് കിട്ടും. ഈ ട്രിഗണോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത പ്രോബ്ലമാണ് ഇൻ്റഗ്രൽ sin² x dx. അതായത് sin² xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. sin xൻ്റെ ഇൻ്റഗ്രേഷൻ മാത്രമേ നമുക്ക് അറിയാവൂ. sin² xൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്ക് അറിയത്തില്ല. അപ്പോൾ sin² xന് പകരം 1 - cos 2x/2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1/2 പുറത്തെടുത്തു. 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 1 × dx, x എന്ന് കിട്ടും. ഇവിടെ മൈനസ് ആണ്. cos 2x ആണ്. 2xനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 2 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/2. കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 2x പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ആൻസർ. വളരെ സിമ്പിളാണ്. പക്ഷേ sin² xൻ്റെ റിസൾട്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ കഴിയുകയുള്ളൂ. അടുത്ത പ്രോബ്ലം
ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർഡ് 3x dx. അപ്പോൾ ഇവിടെ എക്സ് ആയിരുന്നു, പക്ഷേ ഇവിടെ 3x ആണ്. ഇവിടെ എക്സ് വരുമ്പോൾ ഇവിടെ 2x വരും, അതായത് ഇരട്ടി വരും. അപ്പോൾ ഇവിടെ 3x വരുമ്പോൾ ഇവിടെ ആ 3xൻ്റെ ഇരട്ടി 6x വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എന്തെഴുതാം? 1 മൈനസ് കോസ്, ഇതിന് പകരം 1 മൈനസ് കോസ് 3xൻ്റെ ഇരട്ടി 6x ബൈ 2 ഇൻറ്റു ഡി എക്സ്. ഇനി 1/2 പുറത്തെടുക്കണം. 1 ഇൻറ്റു ഡി എക്സ്, ഇൻ്റഗ്രൽ 1 ഡി എക്സ്, ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഇവിടെ മൈനസ് കോസ് 6x ആണ്, എക്സിൻ്റെ കൂടെ 6 വരുന്നുണ്ട്, അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അപ്പോൾ 1/6. പിന്നെ കോസിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ 6x പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവിടെ എക്സ് വരുമ്പോൾ ഇവിടെ 2x എന്ന് വരും. അപ്പോൾ 3x വരുമ്പോൾ അതിൻ്റെ ഇരട്ടി 6x വരും. 5x ആണെങ്കിലോ സൈൻ സ്ക്വയർഡ് 5x ആകുമ്പോൾ ഇവിടെ 10x എന്ന് വരും. അത് നിങ്ങൾ ഓർത്തിരിക്കണം. അടുത്ത ട്രിഗണോമെട്രിക് ട്രാൻസ്ഫോർമേഷനാണിത്. ഇത് കോൺവേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഫോമിൽ എന്നാണ് നമ്മൾ പറയുന്നത്. 2 sin a cos ബിയുടെ റിസൾട്ട് sin a പ്ലസ് ബി പ്ലസ് sin a മൈനസ് ബി. നമുക്ക് വേണ്ടത് sin a cos b ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/2 ഇൻറ്റു sin a പ്ലസ് ബി പ്ലസ് sin a മൈനസ് ബി എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് പഠിക്കേണ്ടത്. പ്രോബ്ലം ഇതാണ്: ഇൻ്റഗ്രൽ sin 3x cos 2x dx. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 3x, ബിയുടെ സ്ഥാനത്ത് 2x. അപ്പോൾ ഇത് sin a cos b തന്നെയാണ്. അപ്പോൾ ഈ റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/2 ഇൻറ്റു sin a പ്ലസ് ബി എന്ന് എഴുതാം. ഇവിടെ a പ്ലസ് ബി അപ്പോൾ 3x പ്ലസ് 2x 5x. അപ്പോൾ sin 5x പ്ലസ് sin a മൈനസ് ബി, അതായത് 3x നിന്ന് 2x കുറയ്ക്കണം, അപ്പോൾ x, അപ്പോൾ sin x ഇൻറ്റു ഡി എക്സ്. ഇനി നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 1/2 ഇൻറ്റു സൈനിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സൈൻ 5x ആയതുകൊണ്ട് 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/5 ഇൻറ്റു സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ആണ്, മൈനസ് കോസ് 5x പ്ലസ് sin എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നിങ്ങൾ ഈ റിസൾട്ട് ഓർത്തിരിക്കണം, sin a cos ബിയുടെ റിസൾട്ട്. ഈ റിസൾട്ടിൻ്റെ ആപ്ലിക്കേഷനാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് sin a cos ബി ആയതുകൊണ്ട് sin a പ്ലസ് ബി പ്ലസ് sin a മൈനസ് ബി. a പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഈ 3xും 2xും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5x. a മൈനസ് ബി എന്ന് പറയുമ്പോൾ 3x നിന്ന് 2x സബ്ട്രാക്ട് ചെയ്യുന്നു, അപ്പോൾ x. ഇത്രയാണ് ഇവിടെ ചെയ്യാനുള്ളത്. അടുത്ത ട്രിഗണോമെട്രിക് ട്രാൻസ്ഫോർമേഷനാണ്. ഇതും കോൺവേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഫോർമുല ബേസ്ഡ് ആണ്. 2 cos a sin, നേരത്തെ ഉള്ളത് 2 sin a cos b ആയിരുന്നു. ആദ്യം സൈനും പിന്നെ കോസുമാണ്. ഇവിടെ ആദ്യം കോസും രണ്ടാമത് സൈനും. ആ സമയത്ത് ഫോർമുല ഇതാണ്: sin a പ്ലസ് ബി. ആദ്യത്തെ ഫോർമുലയിൽ പ്ലസ് sin a മൈനസ് ബി ആയിരുന്നു. ഇവിടെ sin a പ്ലസ് ബി മൈനസ് sin a മൈനസ് ബി എന്നാണ് വരുന്നത്. നമുക്ക് വേണ്ടത് cos a sin b ആണ്. അപ്പോൾ cos a sin b കിട്ടണമെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/2 ഇൻറ്റു sin a പ്ലസ് ബി മൈനസ് sin a മൈനസ് ബി. ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് നമുക്ക് ചെയ്ത് പഠിക്കാം. പ്രോബ്ലം ഇതാണ്: cos 5x ഇൻറ്റു sin എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് cos a sin b എന്നുള്ള ഫോർമുലയാണ്. അപ്പോൾ cos a sin bക്ക് ഫോർമുലയുണ്ട്. ഇതാണ് ആ ഫോർമുല. ആ ഫോർമുല നമ്മൾ എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ cos a sin bക്ക് പകരം 1/2 sin a പ്ലസ് ബി. ഇത് എ, ഇത് ബി. എ പ്ലസ് ബി അപ്പോൾ 5x പ്ലസ് എക്സ് 6x. അപ്പോൾ sin 6x. ഇവിടെ മൈനസ്, പിന്നെ sin a മൈനസ് ബി. എ 5x ആണ്, ബി എക്സ് ആണ്. 5x നിന്ന് എക്സ് കുറച്ചാൽ 4x. sin 4x ഇൻറ്റു ഡി എക്സ്. ഇനി നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/2 ഇൻറ്റു ഇവിടെ 6x ആണ്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 6, അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/6 പിന്നെ സൈനിൻ്റെ ഇൻ്റഗ്രേഷൻ മൈനസ് കോസ് 6x
മൈനസ് ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4 ആണ്, അപ്പോൾ 1/4 സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് 4x പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നിങ്ങൾ ട്രിഗണോമെട്രിക് ട്രാൻസ്ഫോർമേഷനും അറിയണം, പിന്നെ ഇൻ്റഗ്രേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടും അറിയണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ കഴിയും. അടുത്ത ട്രാൻസ്ഫോർമേഷൻ ഇതാണ്, അതും കോൺവേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഫോമിലാണ്. 2 cos A cos B. 2 cos A cos Bയുടെ കോൺവേഴ്സ് നമുക്കറിയാം, cos A plus B പ്ലസ് cos A minus B എന്നാണ്. നമുക്ക് വേണ്ടത് cos A cos B ആണ്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/2 cos A plus B പ്ലസ് cos A minus B എന്ന് വരും. ഇനി അടുത്തത് പ്രോബ്ലമാണ്. cos 3x ഇൻറ്റു cos എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അത് cos A cos B പോലിരിക്കുകയാണ്. അപ്പോൾ cos A cos Bയുടെ ഈ ഫോമുല അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ 1/2 cos A cos B, ഇതും cos A cos B. A എന്ന് പറഞ്ഞാൽ 3x, B എന്ന് പറയുന്നത് x. അപ്പോൾ cos A plus B എന്ന് എഴുതണം. അപ്പോൾ 3x plus x 4x, cos 4x. ഇവിടെ പ്ലസ് ആണ്. അടുത്ത cos A minus B. A 3x ആണ്, B x ആണ്. 3x നിന്ന് x സബ്ട്രാക്ട് ചെയ്താൽ 2x. അപ്പോൾ cos 2x into dx is equal to 1/2 into cos 4xന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ 4x എന്നാണ് വരുന്നത്, അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/4 ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ sin 4x പ്ലസ് ഇവിടെ cos 2xനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/2 കോസിൻ്റെ ഇൻ്റഗ്രൽ sin 2x പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ cos A cos Bയുടെ ഫോമുല അറിഞ്ഞിരിക്കണം, എന്നാലേ ഈ പ്രോബ്ലം ചെയ്യാൻ കഴിയൂ. അടുത്ത ട്രാൻസ്ഫോർമേഷനാണ് 2 sin A sin B. 2 sin A sin Bയുടെ ഫോമുല, കോൺവേഴ്സ് ഫോമുല cos A minus B എന്ന് ആദ്യം വരും, മൈനസ് cos A plus B എന്നാണ് വരുന്നത്. നമുക്ക് വേണ്ടത് sin A sin B ആണ്, അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/2 cos A minus B മൈനസ് cos A plus B എന്ന് വരും. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. ഇൻ്റഗ്രൽ sin x sin 2x dx എന്ന് വരും. ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വലിയ ആംഗിൾ, എക്സിനേക്കാൾ വലുതാണ് 2x, അപ്പോൾ ആദ്യം വലിയ ആംഗിൾ എഴുതണം. അപ്പോൾ ഇൻ്റഗ്രൽ sin 2x sin x dx എന്ന് എഴുതാം. ഇത് sin A sin B എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഈ ഫോമുല അപ്ലൈ ചെയ്യണം. ഇൻ്റഗ്രൽ 1/2 ഇൻറ്റു cos A minus B 2x മൈനസ് എക്സ് cos A minus B എന്ന് പറഞ്ഞാൽ 2x നിന്ന് x സബ്ട്രാക്ട് ചെയ്യണം, അപ്പോൾ cos x മൈനസ് cos A plus B 2xും x കൂടെ ആഡ് ചെയ്യണം, 3x. ഓക്കെ, ഇനി നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. 1/2 ഇൻറ്റു cos എക്സിൻ്റെ ഇൻ്റഗ്രൽ sin x മൈനസ് sin 3x എന്നാണ് വരുന്നത്, അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/3 കോസിൻ്റെ ഇൻ്റഗ്രൽ sin 3x പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പം 4 കോൺവേഴ്സ് ഫോമുല 4 ഉണ്ട്. അപ്പോൾ 4 ഫോമുല എഴുതി അതിൻ്റെ 4 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്കൊരു ട്രിഗണോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ കൂടെ സൈൻ ക്യൂബ് എക്സിൻ്റെ ട്രാൻസ്ഫോർമേഷനും കോസ് ക്യൂബ് എക്സിൻ്റെ ട്രാൻസ്ഫോർമേഷനും. അത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പഠിപ്പിക്കുന്ന സമയത്ത് പഠിച്ചാൽ മതി. 2 തവണ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, 1 തവണ പഠിച്ചാൽ മതി. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വരുന്ന സമയത്ത് സൈൻ ക്യൂബ് എക്സിൻ്റെ ട്രാൻസ്ഫോർമേഷനും കോസ് ക്യൂബിൻ്റെ എക്സിൻ്റെ ട്രാൻസ്ഫോർമേഷനും വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. അപ്പോൾ ഇതോടുകൂടി ഇൻ്റഗ്രേഷൻ യൂസിങ് ട്രിഗണോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ് എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു.